വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ എൻ്റെ ഫിസിക്സ് എക്സാമിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നില്ല. എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് ബാച്ചിന് അറിയാലോ. അപ്പോൾ ഇത്രത്തോളം എക്സ്പെരിമെൻറ്റ്സ് ആണ് +1 ++2 ഉള്ളത്. അപ്പോൾ അതിൽ വെർനിയർ കാലിപ്പേഴ്സ് എല്ലാവർക്കും ഈസിയാണ്, സ്ക്രൂ ഗേജ് കുഴപ്പമില്ല, മൊമെൻറ്റ് ബാർ സെറ്റാണ്. അങ്ങനെ ചില എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് സെറ്റായിരിക്കും, ചില നമുക്ക് ടെൻഷനായിരിക്കും. എന്നെ സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എ സി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. പിന്നെ ഹെലിക്കൽ സ്പ്രിങ് ഭയങ്കര പേടി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു കാൽക്കുലേഷൻ്റെ പാർട്ട്, പിന്നെ സിമ്പിൾ പിന്നിൽ കറക്റ്റ് വാല്യൂസ് കിട്ടിയില്ലെങ്കിൽ കറക്റ്റായിട്ട് 9.8 നമുക്ക് കിട്ടില്ല. പിന്നെ എനിക്ക് വെർനിയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. പി എൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഴുതിയിട്ടുള്ളൂ. പിന്നെ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഈ രണ്ടാൾക്കാരുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു എക്സാമിന് എനിക്ക് മൊമെൻറ്റ് ബാറോ കുഞ്ഞു എക്സ്പീരിയൻസിൽ ഹോംസിലോ വെർനിയറോ അങ്ങനത്തെ വല്ലത് കിട്ടാൻ മതിയെന്ന് വിചാരിച്ചു. മോഡലിൽ എനിക്ക് കിട്ടിയത് മൊമെൻറ്റ് ബാറും അതുപോലെ തന്നെ ഹോംസ്ലോ ആയിരുന്നു. ഹോംസ്ലോനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മോഡൽ എക്സാമിന് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ ഹോംസ്ലോ മോഡൽ എക്സാമിന് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രം ഹോംസ്ലോടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് വന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആ മീറ്ററും വോൾട്ട് മീറ്ററും മറക്കാൻ പറ്റില്ല. ഞാൻ കുറേ നോക്കി, ഇതെന്താ. പിന്നെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി, റെസിസ്റ്റൻ്റ് വയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ഞാൻ മോഡൽ എക്സാമിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇനി വരുത്തില്ല എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ പഠിച്ച് ഞാൻ പ്രാക്ടിക്കലിന് പോയി. പ്രാക്ടിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു പേപ്പർ കണ്ടു. എനിക്കൊരു പേപ്പർ സെലക്ട് ചെയ്തെടുക്കാമല്ലോ. ഫസ്റ്റ് ഒരു പേപ്പർ കണ്ടു, ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വേറെ കുറച്ച് എടുത്തു. പിന്നെ രണ്ടാമത്തെ ഒരു പേപ്പർ കണ്ടു, അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താവോ അവിടെ പോയപ്പോൾ എൻ്റെ മനസ്സ് അതിൻ്റെ ഇപ്പുറത്തിരുന്നൊരു പേപ്പർ എടുത്ത്. എനിക്ക് ആ ഒരു നമ്പറോട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിലെനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സ്ക്രൂ ഗേജും അതുപോലെ തന്നെ കോൺകേവ് മിററാണ്. മിറേഴ്സിൻ്റെ കേസിൽ എനിക്ക് കോൺകേവ് ഈസി ആയിരുന്നു, കാരണം എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സ്ക്രൂ ഗേജ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, വെർനിയറാണ് കുറച്ചും കൂടി ഈസി. അങ്ങനെ ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് അത് എഴുതി തുടങ്ങിയിട്ട് ഓക്കെ അത് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ എഴുതിയത് കോൺകേവ് മിററായിരുന്നു. കോൺകേവ് മിറർ ഞാൻ ചെയ്തത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാതും ഉണ്ടായിരുന്നില്ല. യു വി മെത്തേഡാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയും വരച്ച് വെച്ചു. അങ്ങനെ ടീച്ചറെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ചെയ്ത് തുടങ്ങിക്കോളം പറഞ്ഞു. അങ്ങനെ യുവും വിയും ഞാൻ നോക്കി. ഞാൻ തെറ്റിയിട്ട് ആ സമയത്ത് ഞാൻ എടുത്തത് എനിക്ക് 60 തൊട്ടടുത്ത് 60, 18 അങ്ങനെ എടുത്തു പോയി. അപ്പോൾ പിന്നെ ഞാനപ്പോൾ എൻ്റെ ഇമേജൊന്നും കാണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി 26 തൊട്ടെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ 26 അങ്ങനെ എടുത്ത് അങ്ങനെ അത്യാവശ്യം ഇതേപോലത്തെ റീഡിങ്സൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ ഫോക്കൽ ലെങ്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 60.9 ആണ്. എനിക്ക് ആ എക്സാമിന് കിട്ടിയുള്ള റെക്കോർഡ് ഇതാണ്. അങ്ങനെ യു വി മെത്തേഡ് അത് സെറ്റാക്കി. പിന്നെ എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് സ്ക്രൂ ഗേജിനായിരുന്നു. സ്ക്രൂ ഗേജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ. അങ്ങനെ അത് കിട്ടിയിട്ട് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു സംശയം വന്നത് ഈ ഒരു കണ്ടോ, നമ്മുടെ ഈ ഒരു -8 വരണമെന്നറിയാം എനിക്ക്. പക്ഷെ എത്ര നോക്കിയിട്ടും -8 വരുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം തന്നെ മനസ്സിലായതുകൊണ്ട് സീൻ ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു 0.39 × 10⁻³ ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് എടുത്തു. അതിൻ്റെ ഹാഫ് എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു 0.39 എടുത്താൽ മതിയായിരുന്നു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏകദേശം 1.5 സംതിങ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതായിരുന്നു എനിക്കുണ്ടായിരുന്ന സ്ക്രൂ ഗേജ്. എക്സാം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സാം ആയിരുന്നു ഫിസിക്സ്. കെമിസ്ട്രി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചെറിയ ടെൻഷൻ കാരണം അത് പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ അജസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തിയറിക്ക് വേണ്ടി നല്ല സമയം കൊടുക്കണം, പ്രാക്ടിക്കൽ മാത്രം നോക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കോൺഫിഡൻസ് എന്ന് വെച്ച് പോകണമെങ്കിൽ പോട്ടെ, 1-2 മാർക്കല്ലേ പോകണമെങ്കിൽ പോട്ടെ വിളിച്ചിട്ട് ഞാൻ ഫുള്ള് ഫിസിക്സ് നോക്കിയില്ല. കുറച്ച് തലേദിവസം എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ വൈവ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചൊക്കെ നോക്കി എഴുതി വെച്ച് പഠിച്ചോന്നൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈവ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പിച്ച് അങ്ങനെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ അതായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അറിയാവുന്ന രീതിയിലേക്കുള്ളൂ. പിന്നെ ഞാൻ ലോ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ നോക്കി പോയിട്ടുണ്ടായിരുന്നു വരുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ യൂസസ്, പക്ഷെ അതൊന്നും വന്നില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ. ശരിക്കും പറയുമ്പോൾ ഭയങ്കര ഈസി ആയൊരു എക്സാമാണ്. ഇനി ബോട്ടണി എക്സാമാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇനി മൺഡേ ആണ് ഞങ്ങൾക്ക് ബോട്ടണി എക്സാം ഉള്ളത്. വെൻസ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ ആണ്, 2 ദിവസം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ബോട്ടണിക്ക് വേണ്ടി കൊടുക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം ബോട്ടണി കുറച്ചുള്ള ഈസിയാണ് പഠിക്കാൻ. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് അതും കുറച്ചും കൂടി നോക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫിസിക്സിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ഫിസിക്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ ഇത്ര നേരം കണ്ട എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു.